ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയാണ്. നിങ്ങൾക്കിപ്പോൾ ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, വാർഷിക പരീക്ഷ. അപ്പോൾ ആ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പോവുക, നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ അവസാന നിമിഷം ചോദ്യപേപ്പറുകളെല്ലാം നോക്കിയിട്ട് പോകുന്നതെന്നറിയോ? ഏകദേശം ഒരേ മാതൃകയാണ് കേട്ടോ, ഒരേ പാറ്റേണിലായിരിക്കും ചോദ്യങ്ങൾ വരിക. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ചില ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക, അതെല്ലാം നന്നായി തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളത് വിശദീകരിച്ച് എഴുതേണ്ടതാണ്. അത് നിങ്ങൾ തന്നെ എഴുതണം. വിശദീകരിക്കുന്നത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എഴുതാം, കുറച്ച് എഴുതാം. അതുകൊണ്ട് തന്നെ ആ ആൻസറുകൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നോക്കാം. മലയാളം അടിസ്ഥാന പാഠാവലി ക്ലാസ് 7. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാമാണ്. നീർപക്ഷികളുടെ കൂടൊരുക്കൽ കാലം. വെള്ളത്തിൽ നടന്ന് ഇര തേടുന്ന പക്ഷികൾക്ക് പൊതുവായ ചില ശാരീരിക പ്രത്യേകതകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നീണ്ട കാലുകളും നീണ്ട കഴുത്തുകളുമാണ്. ജലക്കെട്ടുകളിൽ നടന്ന് ഇര തേടുന്നതിന് നീണ്ട കാലുകൾ സഹായിക്കും. ജലജീവികളെ വലിയ ആയാസം കൂടാതെ കൊത്തിയെടുക്കാൻ നീണ്ട കഴുത്തും കൊക്കും ഗുണം ചെയ്യും. വെള്ളത്തിൽ നടന്ന് ഇര പിടിക്കുന്ന പക്ഷികളുടെ മറ്റു പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് ഇക്കൂട്ടരെ 3ആയി തരംതിരിക്കാം. ക്രെയിൻ, സ്റ്റോർക്ക്, ഹെറൻ. ഇംഗ്ലീഷ് പേരുകൾ യഥാക്രമം സാരസങ്ങൾ, ബഗങ്ങൾ, ഞാറകൾ എന്നിങ്ങനെ മലയാളീകരിക്കാം. സാരസങ്ങളാണ് ഇക്കൂട്ടത്തിലെ വലിയ പക്ഷികൾ. കേരളത്തിൽ ഇവയെ കാണാറില്ല. എന്നാൽ ചില ജാതി സാരസങ്ങൾ തമിഴ്നാട്ടിൽ കാണാറുണ്ട്. രാജസ്ഥാനിലെ ഭരത്പൂർ പക്ഷി സങ്കേതത്തിലെ പ്രധാന ആകർഷകങ്ങളിൽ ഒന്ന് സൈബീരിയയിൽ നിന്ന് എത്തുന്ന സാരസങ്ങളാണ്. ഇവ ആകാശത്തേക്ക് കൊക്ക് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. കൂടൊരുക്കുന്ന കാലത്ത് ആണും പെണ്ണും ചേർന്ന് മുഖാമുഖം നിന്ന് ഇത്തരത്തിൽ പാട്ടുകച്ചേരികൾ നടത്തുക പതിവാണ്. അപ്പോൾ ഈ പാരഗ്രാഫ് നിങ്ങൾ എല്ലാവരും വായിക്കുക. ഇതിനെ തുടർന്നുള്ള ചോദ്യങ്ങളാണ്. ഇതിൻ്റെ ഉത്തരങ്ങൾ ഞാനിവിടെ നൽകിയിട്ടുണ്ട്. പക്ഷികളുടെ നീണ്ട കാലും കഴുത്തും എന്തിനു സഹായകരമാണ്? വെള്ളത്തിൽ ഇര തേടാൻ. ക്രെയിൻ, സ്റ്റോർക്ക്, ഹെറൻ വിഭാഗം പക്ഷികളുടെ പ്രത്യേകത വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കുന്നു. സാരസങ്ങളുടെ പ്രത്യേകത എന്ത്? വലിയ പക്ഷികൾ. ഭരത്പൂർ പക്ഷി സങ്കേതത്തിലെ ആകർഷണം സൈബീരിയയിൽ നിന്ന് എത്തുന്ന സാരസം. സാരസങ്ങൾ പാട്ടുകച്ചേരി നടത്തുന്നത് എപ്പോഴാണ്? കൂടൊരുക്കുമ്പോൾ. അടുത്ത ചോദ്യം പ്രവർത്തനം 2A കത്താണ്. അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു അല്ലേ? ആറ്റിറമ്പ് ഗ്രാമത്തിലെ പുഴയിൽ ഇതര നാട്ടുകാർ വന്ന് മീൻ പിടിച്ചു കൊണ്ടുപോയ കാര്യമറിഞ്ഞ് നാട്ടിലെ മീൻപിടുത്തക്കാർ ക്ഷുഭിതരായി പറഞ്ഞതാണിത്. കച്ചവട ലാഭം മാത്രം നോക്കി പുഴകളെ മലിനമാക്കുന്നതും മത്സ്യങ്ങൾക്ക് വംശനാശ ഭീഷണി ഉയർന്നതും പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കത്ത് എഴുതുക അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കത്ത് എഴുതണം. കത്തിൽ എന്ത് ചെയ്യണം? ഫ്രം ടു ഉൾപ്പെടുത്തണം. ആരാണ് എഴുതുന്നതെന്ന് ഉറപ്പായിട്ട് ഉൾപ്പെടുത്തുക. ആർക്കാണ് എഴുതുന്നത് എന്നുള്ളത് കൊടുക്കുക. നിങ്ങളുടെ മാറ്റർ എന്താണ് അത് സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത് ബി. പൊന്മാൻ കഥാകൃത്തിന്റെ കയ്യിൽ നിന്നും 10 രൂപ നോട്ട് കൊത്തിയെടുത്ത് പറക്കാൻ തുടങ്ങി. വ്യക്തമാകുന്ന ആശയം എന്ത്? ജീവജാലങ്ങളുടെ തന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. മത്സ്യത്തിനു പകരം നോട്ട് തിന്നാമെന്ന് ചിന്തിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. മത്സ്യവും നോട്ടും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. നമ്മൾ ഈ ഒരു ആശയം എന്താണെന്നത് വ്യക്തമാക്കണം കേട്ടോ. അടുത്തത് പ്രവർത്തനം 3A ആണ്, അഭിമുഖ ചോദ്യാവലി. അപ്പോൾ നമുക്ക് കണ്ടോ, ഒരു അഭിമുഖ ചോദ്യാവലി ചോദിക്കാനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓ നല്ല മര്യാദക്കാര്, ആരും കാണാനില്ലെങ്കിൽ ഇവന്മാരും 5 കലക്കി തന്നെ മീൻ പിടിത്തം. നാളത്തെ പൊന്മാൻ എന്ന കഥയിലെ നാട്ടുകാരൻ്റെ വേദന നിങ്ങൾ കണ്ടില്ലേ? ആറ്റിറമ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പൊന്മാനുകളുടെ നാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? അവർ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ചോദ്യാവലി തയ്യാറാക്കുക. 4 ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 ചോദ്യങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചോദിക്കണം. അതാണ് ഇവിടെ വേണ്ടത്. അടുത്ത ബി ക്വസ്റ്റ്യൻ. പ്രളയാവസാനം കവിത എഴുതിയതാര്? ഉത്തരം സച്ചിദാനന്ദൻ. ഇനി 4 4A താരതമ്യക്കുറിപ്പാണ്. കൂട്ട്. 1 ആയി നിന്നാൽ ഒന്നുമാവില്ല, ഒന്നായി നിന്നാൽ ഒന്നാമതാവാം.
പത്തു കൈകൾ ചേർന്നാൽ ഒത്ത മലയും ആഞ്ഞു പൊക്കാം. അനൈ കൃഷ്ണ കെ.പി. സച്ചിദാനന്ദന്റെ കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിത വായിച്ചില്ലേ? കവിതയുടെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ടൊരു കുറിപ്പ് തയ്യാറാക്കണം. ഒത്തുപിടിച്ചാൽ മലയും പോരും അല്ലെ? നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. നമ്മളൊരു ഗ്രൂപ്പായി, ഐക്യമത്യ മഹാബലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളൊരു ഗ്രൂപ്പായി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ബി ചോദ്യം, ഒരുമ എന്ന സന്ദേശം നൽകുന്ന പഴഞ്ചൊല്ല് തിരഞ്ഞെടുക്കുക. ഐക്യമദ്യം മഹാബലം. അതിൻ്റെ ഉത്തരം ഞാൻ തന്നിട്ടുണ്ട്. അടുത്തത് പ്രവർത്തനം 5A ആണ്. ആസ്വാദനക്കുറിപ്പാണ്. നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ എഴുതുന്ന സമയത്ത് നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ മീനിങ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മുട്ടുപോലിരുന്നപ്പോൾ അവൾ ഒരു ചെമ്പനീരായിരുന്നു. പതിയെ അവൾ തത്തമ്മത്തൂവലിൻ്റെ മിനുത്ത ഇളം പട്ടുപോലായി. ദിവസങ്ങൾ പോയതിനിടയിൽ എത്ര ഉറുമ്പുകളാണ് അവളെ മടക്കി വീടുണ്ടാക്കാൻ ശ്രമിച്ചത്? കുശുംബന്മാർ. അവൾ തന്നെത്താൻ പറഞ്ഞു. ദിവസം തോറും അവൾ മഞ്ഞയായിക്കൊണ്ടിരുന്നു. വിരിഞ്ഞപ്പോൾ പൂ പോലെ മൃദുലം, പിന്നെ പച്ച, ഇപ്പോഴിതാ മഞ്ഞ. ഇനി നാളെ എന്താവും? അവൾ ആശയോടെ സ്വപ്നം കണ്ടു. പക്ഷെ അറിയില്ലല്ലോ നാളെ അവൾ ഞെട്ടിട്ട് വീഴുമെന്ന്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇതൊരു പൂവിൻ്റെ അല്ലേ, പൂവ് മൊട്ടുപോലെ ഇരിക്കുന്നു, പൂവായി മാറുന്നു, പിന്നെ അത് ഞെട്ടറ്റ് വീഴുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആസ്വാദനം എഴുതേണ്ടത്. പ്രവർത്തനം 6A ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അവസാനത്തെ ഇലയിലെ ബർമാൻ ഒരു അത്ഭുത മനുഷ്യനാണ്. അയാളുടെ ഇടപെടലാണ് ജോൺസിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. ബർമാനെ കുറിച്ചുള്ള നിങ്ങളുടെ വായനാനുഭവം ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ആരാണ് ബർമാൻ നോക്കുക. ബർമാനെ കുറിച്ചിട്ട് നിങ്ങളുടെ വായന അനുഭവം ഉൾപ്പെടുത്തിയിട്ടാണ് ബർമാന്റെ കഥാപാത്ര നിരൂപണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. കഥാപാത്ര നിരൂപണം ഞാനിവിടെ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതിൻ്റെ ഉത്തരങ്ങൾ തരാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് കൂടുതൽ എഴുതാം, കുറച്ച് എഴുതാം. നിങ്ങൾ ഒരു തവണയെങ്കിലും പുസ്തകം വായിച്ചാൽ മാത്രമേ മലയാളം പോലെയുള്ള ലാംഗ്വേജ് സബ്ജക്റ്റിൻ്റെ എക്സാമുകൾ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഉത്തരം തരും, ആ ഉത്തരം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നു, അതിലൊരു കാര്യമില്ല. അത് ചിലപ്പോൾ നമുക്ക് മറന്നു പോകല്ലേ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് എഴുതാൻ വേണ്ടി, ഓൺ വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് മലയാളമൊക്കെ എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ. അതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതിൻ്റെ ഉത്തരങ്ങൾ നൽകാത്തത് കേട്ടോ. ആരും വന്ന് കമൻറ്റിൽ ഉത്തരങ്ങളില്ല, പിന്നെ എന്തിനാ ഈ ക്ലാസ്, അങ്ങനെ ഇങ്ങനെ എന്നുള്ള കുറേ കമൻറ്റുകൾ നിങ്ങൾ പറയും. അതിൻ്റെ റീസൺ ഇതാണ്. നമ്മളെപ്പോഴും അവസാന നിമിഷം നിങ്ങൾക്ക് എക്സാമാണ് നാളെ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എക്സാമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തവണയെങ്കിലും നിങ്ങളത് വായിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. ബി, കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന പാഠഭാഗത്തെ ആശയവുമായി പൊരുത്തപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് പ്രവൃത്തിയിലല്ല, പ്രസംഗത്തിലാണ് കാര്യം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറാണിത്. പലരും ഈ ചോദ്യപേപ്പർ കണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ ഉണ്ട്. അപ്പോൾ ഈ ചോദ്യപേപ്പറിൽ ചോദിച്ചത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നോക്കിയിട്ട് ആ പാഠങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി നന്നായി തന്നെ വായിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാ സബ്ജക്ട്സിൻ്റെയും നമ്മളിതുപോലെ മോഡൽ എക്സാമുകളെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.